തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഷിജിൻ, ജോണി എന്നീ 2 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. അപകടം നടന്നിട്ട് 7 ദിവസങ്ങൾക്ക് ശേഷവും 2 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനെ കണ്ടെത്താനാവാത്തതിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളും നാട്ടുകാരും അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഷിജിനെ കടലിൽ കാണാതായിട്ട് 7 ദിവസം പിന്നിട്ടിട്ടും ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ തിരച്ചിൽ ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഷിജിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ കനത്ത മഴയിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്ന് ഷിജിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ഞാൻ അനങ്ങൂല, എന്റെ ഭർത്താവിനെ കണ്ടെത്തി തരാതെ ഞാൻ അനങ്ങൂല. എന്റെ ഭർത്താവിനെ ഇത് എന്റെ അടുത്ത് അവരൊന്ന് പറഞ്ഞ് ഒരു നടപടി അവർ ഇതുവരെയ്ക്കും ചെയ്തില്ല. അവരെന്തോന്നും ചെയ്ത്? അവരൊന്നും ചെയ്തില്ല ഇതുവരെയ്ക്കും. എന്റെ ഭർത്താവിനെ പോയിട്ട് 8 ദിവസമായി. അവരനങ്ങിയിട്ടില്ല. ഞാനിവിടെ നിന്ന് അനങ്ങാൻ പോലുള്ള. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാകണമെന്നും മുതലപ്പൊഴി മരണപ്പൊഴിയായി മാറിയിരിക്കുന്നുവെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ മോൺസന്യൂർ യൂജിൻ എസ് പെരേര പറഞ്ഞു. മുതലപ്പൊഴിയിൽ കൃത്യമായ ഇടപെടലുകൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. CWPRS ഏജൻസിയെ കൊണ്ട് ഇതിന്റെ അപാകതകൾ പരിശോധിച്ച് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വച്ചു. 2011 CWPRS റിപ്പോർട്ട് നൽകിയെങ്കിലും ആ റിപ്പോർട്ടിന്മേൽ ഫലപ്രദമായ നടപടി ഉണ്ടായില്ല. വീണ്ടും ധാരാളം അപകടങ്ങൾ, ഇന്ന് 80-ലേറെ മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം CWPRS നൽകിയ റിപ്പോർട്ട് പുറത്തുവിടണം. 2, അതിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഡിസൈൻ പുറത്തുവിടണം. 3, അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന DPR പുറത്തുവിടണം. അതൊക്കെ പൊതു സമൂഹത്തിന് മുമ്പിൽ വച്ച് മത്സ്യത്തൊഴിലാളികളും വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം. ആ തീരുമാനത്തിന് വെളിച്ചത്തിലായിരിക്കണം നടപടികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. സമയബന്ധിതമായി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകണമെന്ന് ഓഖി ദുരന്തകാലം മുതൽ ആവശ്യപ്പെടുന്നതാണ്. അത് നൽകിയാൽ മത്സ്യത്തൊഴിലാളികൾ പാലിക്കും. അക്കാര്യത്തിൽ ഇപ്പോഴും വേണ്ടത്ര സംവിധാനങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അലംഭാവം ഉണ്ടാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയ മോൺസന്യൂർ യൂജിൻ എസ് പെരേര ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചു.